തിരുവനന്തപുരം കഴക്കൂട്ടം ബേസ് ചെയ്ത് നിങ്ങൾ ബജറ്റ് റേറ്റിൽ പ്രോപ്പർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലൊരു പ്രോപ്പർട്ടിയാണ് നോക്കുന്നു വന്നിട്ടുള്ളത്. 2 പ്ലോട്ടുകളുണ്ട്. നല്ല നീറ്റായിട്ടുള്ള 5 സെൻറ്റ് വീതം വരുന്ന 2 ഹൗസ് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കുള്ളത്. കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് 1.5 കിലോമീറ്ററും നമ്മുടെ ടെക്നോ പാർക്കിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് 2.5 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ആക്സസ് ഉണ്ട്. ഇനി അതല്ല, കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ശ്രീകാര്യം റോഡ് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഇടത്തോട്ട് കാണുന്ന വഴി ഇവിടെ ഗോദ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ടർഫിലേക്കുള്ള ബോർഡ് കാണാം. ഈ ബോർഡ് നോക്കി പോയാൽ മതി. അതായത് ഈ റോഡൊന്ന് ജസ്റ്റ് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ലെഫ്റ്റ് കയറി പോവുക, അടുത്തൊരു ജംഗ്ഷൻ വരുന്നിടത്ത് നിന്ന് വീണ്ടും സ്ട്രെയിറ്റ് പോവുക. സ്ട്രെയിറ്റ് പോകുമ്പോഴത്തേക്കും പുന്നാട്ട് ക്ഷേത്രം ഇടതുവശത്തും വലതുവശത്ത് കോർണർ സിറ്റി എന്ന് പറഞ്ഞൊരു ടർഫും കാണാം. അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി. നല്ല അടിപൊളിയായിട്ടുള്ള ഹൗസ് പ്ലോട്ടാണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വില്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ടോട്ടലായിട്ട് ഒരു 75 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് നമുക്ക് നല്ലൊരു 3 BHK വില്ല വേണമെന്നുണ്ടെങ്കിലും ചെയ്തു തരാൻ സാധിക്കും. എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം, എന്നിട്ട് നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സുമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ളൊരു മേജർ ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് അവിടെ നിന്ന് ആ ഒരു ജംഗ്ഷൻ ക്രോസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കുറച്ച് ദൂരം വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമുക്ക് കോർണർ സിറ്റി ടർഫ് കാണാം. ഇടത്തോട്ട് പോകുന്നത് പുന്നാട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് നമ്മുടെ കിൻഫ്രയിൽ വരുന്ന ടാറ്റ LCയുടെ പുതിയൊരു കെട്ടിടമൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് കുറച്ചൊരു 200-250 മീറ്റർ മാത്രമേ അങ്ങോട്ടേക്കും ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ഇവിടെ കോർണർ സിറ്റി ടർഫ് ഇവിടെ ഈ ഒരു കടമുറി നോക്കി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 200 മീറ്റർ പോയി കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ആക്സസ് കാണാൻ സാധിക്കും. കോർണർ സിറ്റി ടർഫ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 200 മീറ്റർ വരുമ്പോഴത്തേക്കും നമുക്ക് ലെഫ്റ്റിലേക്ക് നമ്മുടെ ഈ റോഡ് കാണാൻ സാധിക്കും. ഇത് വന്നിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ. ഇവിടെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഇത് പുല്ലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു. അതൊന്ന് ക്ലീൻ ചെയ്ത സമയത്ത് ഫുള്ളായിട്ടൊന്ന് ചെളിയായതാണ്. അപ്പോൾ നമുക്ക് ഇതിനെ അകത്തേക്ക് ഫോം ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ റോഡ് വന്നിട്ട് ഏകദേശം 4 മീറ്ററിൻ്റെ അടുത്ത് വിട്ടിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ വളവുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വിട്ടിനാണ്. ഈ കാണുന്ന ഭയങ്കര വീതിക്കാണ് നമുക്ക് ഈ വളവുകളിൽ വഴി ഫോം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്നത് ഒരു 5 സെൻറ്റിന് മേളിലേക്ക് വരുന്ന ഒരു പ്ലോട്ടും തൊട്ട് മേളിലേക്ക് 4.8 സെൻറ്റ്സ് വരുന്ന അടുത്തൊരു പ്ലോട്ടുമാണ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പാണ്. പക്ഷേ മുൻവശം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വീതിക്കാണുള്ളത്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരും. നമുക്ക് പിൻവശത്തുള്ള പ്ലോട്ട് ഏകദേശം ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പിലെ പ്രോപ്പർട്ടിയാണ്. ഈ റോഡ് വീണ്ടും ഇങ്ങനെ കറങ്ങി വന്ന് അങ്ങ് മേളിലേക്ക് പോകുന്നുണ്ട്. മേളിലേക്ക് നമുക്ക് ഇതുപോലെ പ്ലോട്ടുകളുണ്ട്. ഇത് വന്നിട്ട് 2011 തന്നെ ഇവിടെ ഹൗസ് പ്ലോട്ടുകൾ തിരിച്ചു, അതായത് ടെക്നോ പാർക്കൊക്കെ വന്ന സമയത്ത് ആ ഒരു രീതിയിൽ അന്ന് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ളതിൽ പല ആൾക്കാരും വാങ്ങിയിട്ടിരുന്ന പ്ലോട്ടാണ് കേട്ടോ. അതിലൊരു 2 പ്ലോട്ടാണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്ലോട്ട് നിങ്ങൾക്ക് പ്ലോട്ടായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് 7 ലക്ഷം രൂപയും. ഇനി അതല്ല, ഇതിനകത്ത് നിങ്ങൾക്കൊരു വീട് നിർമ്മിച്ച് നൽകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 75 ലക്ഷം രൂപ ബഡ്ജറ്റിനകത്ത് നല്ലൊരു വീട് തന്നെ നിർമ്മിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് കൂടുതലായിട്ടുള്ള ഇത് വേണം, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യണം. അതിനനുസരിച്ചിട്ടുള്ള പ്രൈസ് നമുക്ക് വേരിയേഷൻ വരും. നമുക്ക് പക്ഷേ മിനിമം നമുക്ക് ഈ പറഞ്ഞ ഒരു 75 ലക്ഷം രൂപയ്ക്കകത്ത് നല്ലൊരു വീട് തന്നെ നമുക്കിവിടെ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പം ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റിനൊക്കെ വീടുകൾ നോക്കുന്നത് സാധാരണ പോത്തങ്കോട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്കൊക്കെയാണ് നമുക്ക് ഈ ഒരു റേഞ്ചിലെ വീടുകൾ കിടപ്പുള്ളത്. കഴക്കൂട്ടത്തിന് തൊട്ടടുത്തായിട്ട് ഈ ഒരു റേഞ്ചിന് വീടുകളില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 8 മാസത്തിനകത്ത് നമുക്കിതിനകത്ത് വർക്കുകൾ ഫിനിഷ് ചെയ്ത് തരാൻ സാധിക്കും. നിങ്ങൾ ഈ പ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പേരിലേക്ക് ആദ്യമേ പ്ലോട്ട് രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ ചാർജിൽ നമുക്ക് നല്ല രീതിയിലൊരു ലാഭം ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വീടിൻ്റെ വർക്ക് നടക്കുന്നതിനനുസരിച്ച് ഒരു 7-9 സ്റ്റേജസ് ആയിട്ട് നിങ്ങൾക്ക് പൈസ നൽകിയാൽ മതിയാവും. അപ്പോൾ അതിനകത്ത് വെച്ച് നമുക്ക് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും ഫിനിഷ് ചെയ്ത് കയ്യിലേക്ക് തരാം. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി വീടൊക്കെ പൊങ്ങി വരുമ്പോൾ നമ്മുടെ സ്റ്റേഡിയമൊക്കെ തൊട്ടടുത്തായിട്ടിരിക്കുന്നതായിട്ട് തോന്നും. അതായത് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആ ഭാഗത്തായിട്ട് തൊട്ടടുത്തായിട്ടിരിക്കും. ടാറ്റ LC അതായത് കിൻഫ്രയിൽ വരുന്ന പുതിയ കെട്ടിടം നമുക്ക് ആ ഭാഗത്തായിട്ട് തൊട്ടടുത്തായിട്ടിരിക്കുന്നതായിട്ട് കാണാം. ചുറ്റുവട്ടം കാണുന്ന പോലെ വീടുകളുള്ള ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പലരും ഈ പ്രോപ്പർട്ടീസ് മിക്കവാറും ഉള്ളത് NRIs ഒക്കെയാണ്. അപ്പോൾ അവരിതുപോലെ വാങ്ങിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിലൊക്കെ വാങ്ങിയിട്ടിരിക്കുവാണ്. നമുക്കെന്തായാലും ഈ 2 പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ച് ഡീലാക്കാവുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ വഴി കാണിച്ചതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. നേരിട്ട് വന്ന് കാണുക, അതിനുശേഷം ഈ ലൊക്കേഷനിലുള്ള വിലയും കാര്യങ്ങളും അന്വേഷിക്കുക, അതിനുശേഷം നമ്മളെ വിളിച്ചാൽ മതി. ഇതിനകത്ത് ഈ മണ്ണിങ്ങനെ ഇളകി കിടക്കുന്നത് ഇതിനകത്ത് ഒത്തിരി മരങ്ങളൊക്കെ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നേ. അത് ഫുള്ള് ഇളക്കി ക്ലിയർ ചെയ്തുകൊണ്ടാണ് മരം ഇതിങ്ങനെ നിൽക്കുന്നത്. നല്ല ഉറച്ച മണ്ണാണ്. അതായത് ഈ പറഞ്ഞതുപോലെ 2011 ഡെവലപ്പ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇത്രയും നല്ല നീറ്റായിട്ടുള്ള ഉയർന്ന സ്ഥലം ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ചുറ്റുവട്ടത്ത് ഒരിടത്തും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും.